നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ മാടായിപ്പാറയിൽ ജെഎഒ നടത്തിയ പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിനെതിരെ കേസെടുത്ത പോലീസിനെതിരെ സിപിഎം ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. തലയ്ക്ക് വെളിവില്ലാത്ത പോലീസുകാരനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും കെ രാഗേഷ്. പാണപ്പുഴയിൽ പെരുമ്പാമ്പിനെ കൊന്ന് കറിവെച്ച് കഴിച്ച് രണ്ടുപേർ പിടിയിൽ. വനം വകുപ്പ് പിടികൂടിയത് മാന്നമംഗലം പാണപ്പുഴ സ്വദേശികളായ യു പ്രമോദ്, സി ബിനീഷ് എന്നിവരെ. നരിക്കോട്ട് മലയിൽ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി പ്രകാരം അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പ്രവൃത്തികൾക്ക് അന്തിമ രൂപമായി. മോണിറ്ററിംഗ് കമ്മിറ്റി യോഗമാണ് 5 പ്രവൃത്തികൾ അംഗീകരിച്ച് ഭരണാനുമതിക്കായി സമർപ്പിക്കാൻ തീരുമാനിച്ചത്. പാട്യം പഞ്ചായത്തിൽപ്പെട്ട കണ്ണവം ഇളമാങ്കൽ കടവ് ഉന്നതികളിൽ നിരന്തരം ശല്യമായിരുന്ന കാട്ടാനകളെ ഒടുവിൽ തുരത്തി. 10ഓളം കാട്ടാനകളെയാണ് തുരത്തിയത്. വാർത്തകൾ വിശദമായി. കണ്ണൂർ മാടായിപ്പാറയിൽ ജെഎഒ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിയ പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിനെതിരെ കേസെടുത്ത പോലീസിനെതിരെ സിപിഎം ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. തലയ്ക്ക് വെളിവില്ലാത്ത പോലീസുകാരനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്ന് രാഗേഷ് പറഞ്ഞു. പഴയങ്ങാടിയിൽ നടത്തിയ വിശദീകരണ യോഗത്തിലായിരുന്നു പരാമർശം. പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മതനിരപേക്ഷ നിലപാടിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഏതായാലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദികളിലോട് ചോദിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ഓർക്കണം, ഇന്ത്യ രാജ്യത്ത് മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പൗരത്വം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. പൗരത്വ നിയമ ഭേദഗതി അതായിരുന്നു. അങ്ങനെ തീരുമാനിച്ചപ്പോ ഏറ്റവും ആദ്യം ഇന്ത്യ രാജ്യത്ത് ഒരു മനുഷ്യൻ, ഒരു മുഖ്യമന്ത്രി പറഞ്ഞു, എന്റെ നാട്ടില് നിന്റെ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ. നിങ്ങൾ ഓർത്തോ? പലസ്തീനെതിരായ സാമ്രാജ്യത്വ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിച്ച പാർട്ടിയാണ് സിപിഎം. ജമാഅത്തെ ഇസ്ലാമിയുടെ മതേതര സർട്ടിഫിക്കറ്റ് സിപിഎമ്മിന് വേണ്ട. മാടായിപ്പാറ ദേവസ്വം ഭൂമിയിൽ GIO പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് RSSന് അവസരം നൽകാനാണ്. ജമാഅത്തെ ഇസ്ലാമി അമീർ RSS നേതാക്കളെ സന്ദർശിച്ച് ഡീലുണ്ടാക്കി. ആ ഡീലിന്റെ ഭാഗമായാണ് മാടായിപ്പാറയിലെ പ്രതിഷേധം. RSSന്റെ മറുവാക്കാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും രാഗേഷ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. 4-5 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു കോളേജിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുള്ള ഒരു ക്യാമ്പ്, ആ ക്യാമ്പിനെ തുടർന്ന് നടത്തിയിട്ടുള്ള പ്രകടനം നിങ്ങൾ എന്തിനാ മാടായിപ്പാറയിൽ കൊണ്ടുപോയി വെച്ചത്? ഇപ്പൊ മൗദൂദിയുടെ ചാനലില് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പറയുന്നത് സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചല്ലോ. മാടായിപ്പാറ ക്ഷേത്രഭൂമിയാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തു. അതുവഴി രാജ്യത്താകെ കർസേവ നടത്തി എന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി BJPക്ക് അവസരം കൊടുത്തു. മാടായിപ്പാറ ഏത് ഭൂമിയാണെന്നുള്ള നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്നതാണ്. അതല്ല ഇവിടെ പ്രശ്നം. ഞാൻ ജില്ലാ കളക്ടറോട് ചോദിച്ചു ഏതാ ഭൂമി, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഏത് ഭൂമിയായാലും, അത് ദേവസ്വം ഭൂമിയായിക്കോട്ടെ, ഏത് ഭൂമിയായിക്കോട്ടെ, ആ ഭൂമിയിൽ ജാതി മതത്തിനപ്പുറം എല്ലാ മനുഷ്യരും ഒത്തുചേരുന്ന ഒരു വിനോദ വിജ്ഞാന കേന്ദ്രമാണ് മാടായിപ്പാറ. ആർക്കും വരാം. അങ്ങനെ ഒരു പ്രദേശത്ത് എന്തിനാണ് 4-5 കിലോമീറ്റർ അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാർ വന്നിട്ട് ഇവിടെ പ്രകടനം നടത്തുന്നത്? അതിന്റെ ലക്ഷ്യം എന്താ? അപ്പൊ അങ്ങനെ ഒരു പ്രകടനം നടത്തിയാൽ BJPക്കാരും മാടിക്കെട്ടി കാവി കളസമിട്ട് നാട്ടിലിറങ്ങുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വർഗീയ വിഭജനം ഉണ്ടാവും. വർഗീയ വിഭജനം ഉണ്ടായാൽ അതിന്റെ നേട്ടം ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാണ്, മറുഭാഗത്ത് RSSനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കൊടുക്കുക. കണ്ണൂരിൽ പെരുമ്പാമ്പിനെ കൊന്ന് കറിവെച്ച് കഴിച്ച 2 പേർ പിടിയിൽ. കണ്ണൂർ പാണപ്പുഴയിലാണ് 2 പേർ ചേർന്ന് പെരുമ്പാമ്പിനെ പിടികൂടി കൊന്ന് കറിവെച്ച് കഴിച്ചത്. മാതമംഗലം പാണപ്പുഴ സ്വദേശികളായ യു പ്രമോദ്, സി ബിനീഷ് എന്നിവരെയാണ് വനം വകുപ്പ് പിടികൂടിയത്. തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ PV സനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മാതമംഗലം പാണപ്പുഴ സ്വദേശികളായ യു പ്രമോദ്, സി ബിനീഷ് എന്നിവരെയാണ് വനം വകുപ്പ് പിടികൂടിയത്. തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ PV സനൂപ് കൃഷ്ണന്റെ
നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. റേഞ്ച് ഓഫീസർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സ്പെഷ്യൽ ഡ്യൂട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി പ്രദീപൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി രാജീവൻ, എം വീണ, ഡ്രൈവർ RK രജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ 371 നമ്പർ വീട്ടുപരിസരത്ത് വെച്ച് പിടികൂടിയത്. വന്യജീവി സംരക്ഷണ നിയമം 2022 ഷെഡ്യൂൾ 1-ൽപ്പെട്ട പെരുമ്പാമ്പിനെ പിടികൂടുന്നതും കൊല്ലുന്നതും കുറ്റകരമാണ്. ആദിവാസി സങ്കേതങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലെ നരിക്കോട്ടുമലയിൽ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി പ്രകാരം അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പ്രവൃത്തികൾക്ക് അന്തിമ രൂപമായി. പഞ്ചായത്ത് ഭരണസമിതി ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മോണിറ്ററിംഗ് കമ്മിറ്റി യോഗമാണ് 5 പ്രവൃത്തികൾ അംഗീകരിച്ച് ഭരണാനുമതിക്കായി സമർപ്പിക്കാൻ തീരുമാനിച്ചത്. യോഗം KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണസമിതി ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മോണിറ്ററിംഗ് കമ്മിറ്റി യോഗമാണ് 5 പ്രവൃത്തികൾ അംഗീകരിച്ച് ഭരണാനുമതിക്കായി സമർപ്പിക്കാൻ തീരുമാനിച്ചത്. KP മോഹനൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ സംസാരിച്ചാൽ സമ്മേളനം വരാൻ പോവുകയാണ്. നമ്മൾ അന്ന് തന്നെ ഇടപെട്ട് നമുക്ക് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവർക്കും അറിയിച്ചു. ആനക്കുഴി നരിക്കോട് മലഭാഗം റോഡ്, വാർക്കപ്പീടിക തയ്യൽ ഭഗവതി ക്ഷേത്രം റോഡ്, തയ്യൽ പട്യത്തുമുക്ക് വളപ്പ് റോഡ്, തയ്യൽ ഭാഗത്തെ കുടിവെള്ള ടാങ്ക് പുനർനിർമ്മാണം, 8 ഗുണഭോക്താക്കളുടെ വീട് നവീകരണം എന്നിങ്ങനെയാണ് പദ്ധതികൾ. KP മോഹനൻ MLAയുടെ ശുപാർശ പ്രകാരം 2023-24 സാമ്പത്തിക വർഷമാണ് തുക അനുവദിച്ചത്. 2024 സെപ്റ്റംബറിൽ MLAയുടെ സാന്നിധ്യത്തിൽ ഊരുകൂട്ടം ചേർന്ന് നിർദ്ദേശിച്ച പദ്ധതികളാണ് മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കുന്നത്. 80 വീടുകളിലായി 85 കുടുംബങ്ങളിലെ 272 പേരാണ് ഈ സങ്കേതത്തിൽ താമസിക്കുന്നത്. വീട് നവീകരണത്തിനായുള്ള ഗുണഭോക്താക്കളുടെ യോഗം വിളിച്ചു ചേർത്ത് പദ്ധതി വിശദീകരിക്കണമെന്ന് MLA നിർദ്ദേശിച്ചു. കൂത്തുപറമ്പ് ബ്ലോക്ക് ട്രൈബൽ ഓഫീസർ P വിജീഷ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷ രേരോത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AP നാണു, VP സുരേന്ദ്രൻ, TK ശങ്കരൻ, AK ഭാസ്കരൻ, പഞ്ചായത്ത് സെക്രട്ടറി VV പ്രസാദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ P സന്തോഷ്, കണ്ണൂർ ITDP ജൂനിയർ സൂപ്രണ്ട് PV ഗിരിജ, അസിസ്റ്റന്റ് എഞ്ചിനീയർ PM മിനിത, ഓവർസിയർ V പ്രവീണ, പ്രൊമോട്ടർമാരായ C സീന, VP വിജിഷ എന്നിവർ സംസാരിച്ചു. പാട്യം പഞ്ചായത്തിൽപ്പെട്ട കണ്ണവം ഇളമാങ്കൽ കടവ് ഉന്നതികളിൽ നിരന്തരം ശല്യമായിരുന്ന കാട്ടാനകളെ ഒടുവിൽ തുരത്തി. കണ്ണവം ഉന്നതിയിൽ തുടർച്ചയായി കാട്ടാന ശല്യം ഉണ്ടായതിനെ തുടർന്നാണ് കണ്ണൂരിൽ നിന്ന് വനം വന്യജീവി വകുപ്പിന്റെ സംഘം RRT വീണ്ടും ഇളമാങ്കലിലെത്തിയത്. 10ഓളം കാട്ടാനകളെയാണ് തുരത്തിയത്. ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഒരാഴ്ചയോളം കാട്ടാനകളെത്തി ഉന്നതിയിലെ കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് സമീപ പ്രദേശമായ മുണ്ടയോട് ഉന്നതിയിലും കാട്ടാനകളുടെ ശല്യം രൂക്ഷമായിരുന്നു. ദിവസങ്ങളോളം ജനവാസ മേഖലയുടെ തൊട്ടടുത്ത് തന്നെ തമ്പടിച്ച ആനകളെ വനം വകുപ്പ് അധികൃതരെത്തി കാട്ടിലേക്ക് തുരത്താറുണ്ടെങ്കിലും അവ വീണ്ടും എത്തുകയായിരുന്നു. പല സമയത്തും ആനകൾ തിരിച്ച് ആക്രമിക്കാൻ മുതിർന്നു. സ്ഥിരമായിട്ട് 10ഓളം കാട്ടാനകൾ പ്രദേശവാസികളുടെ ജീവന് തന്നെ ഭീഷണിയായിരുന്നു. ഈ മേഖലകളിൽ കണ്ണൂരിൽ നിന്ന് എത്തിയ RRT സംഘം രാവിലെ മുതൽ കാട്ടാനകളെ ഇളമാങ്കൽ ഭാഗത്തു നിന്ന് ഉൾക്കാട്ടിലേക്ക് തുരത്തി ഓടിച്ചു. കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നരോത്ത്, RRT ലീഡർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ K ഷൈനിൽകുമാർ, കണ്ണവം സെക്ഷൻ ചാർജ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ P ഷൈജു, കണ്ണവം സെഷൻ സ്റ്റാഫുകൾ, വാച്ചർമാർ, നാട്ടുകാർ എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂർ കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചെറ്റക്കണ്ടി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. KP മോഹൻ MLA സ്ഥലം സന്ദർശിച്ചു. കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തി പാലം പണി എത്രയും വേഗം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി MLA പറഞ്ഞു. നവീകരണ പ്രവൃത്തിക്കായി സെപ്റ്റംബർ 8-ാം തീയതി മുതലാണ് പാലം അടച്ചിട്ടത്. പാലം അടച്ചിട്ടത് കാരണം കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരടക്കം ഏറെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. തൃപ്പങ്ങോട്ടൂരിലെ തിരുമ്പൽ പാലവും തെക്കുമുറിയിലെ പുഴക്കൽക്കണ്ടി പാലവുമാണ് ജനങ്ങൾ യാത്രക്കായി ഉപയോഗപ്പെടുത്തുന്നത്. പാലത്തിന്റെ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞാണ് നീങ്ങുന്നതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
ചില ദിവസങ്ങളിൽ 1ഉം 2ഉം തൊഴിലാളികൾ മാത്രമാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. പാലത്തിന്റെ നവീകരണം ഇഴഞ്ഞു നീങ്ങുന്നത് കാരണം ദുരിതത്തിലായിരിക്കുന്നത് വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാരാണ്. പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിനായാണ് KP മോഹനൻ MLA സ്ഥലം സന്ദർശിച്ചത്. PRM കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന ഔഷധ സസ്യത്തോട്ട നിർമ്മാണത്തിന് തുടക്കമായി. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഔഷധ സസ്യങ്ങൾ വലിയ പങ്ക് വഹിക്കുമെന്നും സ്വന്തം വീട്ടിൽ ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്താൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്നും KP മോഹനൻ MLA പറഞ്ഞു. നമുക്ക് ഈ മെഡിസിൻ പ്ലാന്റ് ഔഷധ സസ്യ നിർമ്മാണം എന്ന് പറയുന്നത് സസ്യത്തോട്ടത്തിൽ ഔഷധ സസ്യത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ വീട്ടിൽ ഔഷധ സസ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തിയാടാൻ സാധിക്കും. ഏത് കാര്യമായാലും. പക്ഷെ അതിലൊന്നും തന്നെ മാരകമായ രാസവളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ജൈവവളം ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ കീടനാശിനികൾ, നല്ല ജൈവ കീടനാശിനി, ഗോമൂത്രവും അതുപോലെ തന്നെ ചേർത്തുള്ളത് ഔഷധ ഗുണമുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ ഔഷധ സസ്യ നിർമ്മാണം ഇവിടെ ഉണ്ടായാൽ അത് ഒരു കാഴ്ച വസ്തുവായിട്ട് മാറുകയും ഇവിടെ ഈ സ്കൂളിൽ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ വീടിൽ 1 സെന്റ് സ്ഥലത്തെങ്കിലും നല്ല രീതിയിലുള്ള ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യും. പരിസ്ഥിതി പ്രവർത്തകൻ പ്രഭാകരൻ കക്കോത്ത് ഔഷധ സസ്യങ്ങൾ MLAക്ക് കൈമാറി. പ്രിൻസിപ്പൽ M ശ്രീജ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ KT മിനി പദ്ധതി വിശദീകരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി SK ചിത്രാംഗതൻ, വത്സരാജൻ മണലാട്ട് എന്നിവർ സംസാരിച്ചു. വളണ്ടിയർ ലീഡർമാരായ സെഡാർ ദേവഹിത സ്വാഗതവും LS വൈഖ നന്ദിയും പറഞ്ഞു. തുടർന്ന് MLAയും വിദ്യാർത്ഥികളും സ്കൂൾ പരിസരത്ത് ഔഷധ സസ്യങ്ങൾ നട്ടു. പാനൂർ ഉപജില്ലാ കലോത്സവം KKVM പാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പാനൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ 22 മുതൽ 25 വരെ നടക്കും. പാനൂർ KKVM ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യവേദിയായാണ് മത്സരങ്ങൾ നടക്കുക. സംഘാടക സമിതി രൂപീകരണ യോഗം സ്കൂൾ ഹാളിൽ KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ആ വാശിയേറിയ മത്സരത്തിൽ അതിനോടൊപ്പം നിന്നുകൊണ്ട് മറ്റുള്ളവരോട് കൂടി ചേർന്നുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതിനുള്ള ഒരു രീതിയിലായിരിക്കണം മുന്നോട്ട് പോകുന്നത്. അതിലൂടെ സംഘാടക സമിതി ഉണ്ടായിരുന്നു. ആ സംഘാടക സമിതി നല്ല സംഘാടക സമിതിയാക്കി മാറ്റിക്കൊണ്ട് എല്ലാ അർത്ഥത്തിലും നന്നായി ഇടപെടുന്ന ആളുകൾ എല്ലാ മേഖലയിലും കരുത്തുമായിട്ടുള്ള പ്രിയപ്പെട്ട വ്യക്തികളും ഉണ്ടാകും. പരമാവധി ഉപയോഗിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നുള്ളത് അപേക്ഷിക്കണം. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് ലോക സർക്കാർ വിളിച്ചു വരുന്നതാണ് കേരളത്തിലെ സ്കൂൾ കലോത്സവം. അത് സംസ്ഥാന കലോത്സവം ഏഷ്യയിലെ തന്നെ മികച്ച കലോത്സവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ കലോത്സവത്തിൽ പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവരായിട്ട് ഇവിടുന്ന് ജില്ലയിലേക്കും അതുപോലെ സംസ്ഥാന തലത്തിലേക്ക് പോകാനാണ് തിരഞ്ഞെടുക്കുന്നവരാണ് ഇവിടെ ഉപജില്ലാ കലോത്സവത്തിലുണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം നന്നായി മാറ്റിവെക്കാൻ കഴിയുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിന് വളരെ വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. അതിലൊരുപാട് ചിലപ്പോൾ വളരെയധികം ജഡ്ജസ്മാരെ തന്നെ അവരെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന സ്കൂൾ PTA പ്രസിഡന്റ് PK ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ PV അൽഫോൻസ സ്വാഗതം പറഞ്ഞു. പാനൂർ AEO ബൈജു കേളോത്ത് പരിപാടികൾ വിശദീകരിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP യൂസഫ്, മാനേജ്മെന്റ് പ്രതിനിധിയും വാർഡ് കൗൺസിലറുമായ PK പ്രവീൺ, പാനൂർ നഗരസഭ കൗൺസിലർമാരായ KK സുധീർകുമാർ, പ്രീത അശോക്, ഹാജിറ ഖാദർ, KP സാവിത്രി, പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീജേഷ്, PRMHSS പ്രിൻസിപ്പാൾ C ബിഷ, മുഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ അനിൽകുമാർ, HM ഫോറം സെക്രട്ടറി നജീബ്, അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി സുധീർ, പാനൂർ BPC സിമ്മി ടീച്ചർ, KKV മെമ്മോറിയൽ പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ HM KM റീഹ എന്നിവർ സംസാരിച്ചു. വിവിധ കമ്മിറ്റികളുടെ പാനൽ PG ജീജാബായി അവതരിപ്പിച്ചു. കലോത്സവ ബജറ്റ് അവതരണം ഇസ്മയിൽ മാസ്റ്ററും അവതരിപ്പിച്ചു. പഞ്ചായത്ത് തലത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്ക്രീനിംഗ് ഒക്ടോബർ 17-18 തീയതികളിൽ നടക്കും. പാനൂർ നഗരസഭയിലേത് പാലത്ത UP സ്കൂളിലും മുഗേരി പഞ്ചായത്തിലേത് കൂരാറ ഗവൺമെന്റ് LP സ്കൂളിലും
കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലേത് കുന്നോത്തുപറമ്പ് LP സ്കൂളിലും തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലേത് പൊയിലൂർ ഈസ്റ്റ് LP സ്കൂളിലുമാണ് നടക്കുക. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഈ പ്ലാനറ്റ് ഓണാടെ കറിക്കരയ്ക്കാൻ മിക്സി, ഇനി അരച്ചു കൂട്ടുന്ന ചട്നി, അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി. ഇനി തണുത്തിരിക്കുവാൻ AC, തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും, ചൂടാക്കാൻ ഓവൻ ഓണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട്. സിനിമ കാണുവാൻ TV വെച്ചിട്ട് ഓണം ഓണാണ്. ഈ ഓണം ഓണാടെ ആടുണ്ട് പേരുണ്ട്. ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. ഈ ഓണം ഓണാടെ ആടുണ്ട് പേരുണ്ട്. ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറവിന്റെ ഓണാഘോഷം. ഈ പ്ലാനറ്റ് ഓണം ഓണാണ്. വരൂ, ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. അരോമ സൂപ്പർ മാർക്കറ്റ്, പള്ളൂർ. നിത്യോപയോഗ സാധനങ്ങളുടെ കലവറയുമായി അരോമ സൂപ്പർ മാർക്കറ്റ് പള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയേറിയ ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, ഫ്രഷ് മീറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്റ്റേഷനറി ഐറ്റംസ്, പ്ലാസ്റ്റിക്, സ്റ്റീൽ പാത്രങ്ങൾ, ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി വീടിനാവശ്യമായതെല്ലാം മിതമായ വിലയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ, TV തുടങ്ങി നിരവധി സമ്മാനങ്ങളും. അരോമ സൂപ്പർ മാർക്കറ്റ്, ആലി സ്കൂൾ റോഡ്, പള്ളൂർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode.
ഈ ഓണക്കാലം ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം ഹോം ഡെക്കോറിനൊപ്പം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 12 വരെ ഹോം ഡെക്കോറിൽ ഓണം സ്പെഷ്യൽ ഓഫേഴ്സ്. 3-door wardrobe, 2-door wardrobe, 4-seat kitchen table set with marble, wooden 3-seat sofa acacia, wooden 2-seat sofa acacia, 5x3 dining table 6-piece chair set, 3-seat bench, 5-seat corner sofa set, 6-seat corner sofa set, 5-seat corner sofa set, 75x60x6 inch, 75x72x6 inch. Buy one get one mattresses, 4 pillow and bed sheet free. 3-door bedroom set, 4-door bedroom set, 4-door UV bedroom set. കൂടാതെ 10,000 രൂപയുടെ ഓരോ പർച്ചേസിനും ബമ്പർ ലക്കി കൂപ്പൺ നേടൂ. ഒപ്പം നിരവധി സമ്മാനങ്ങളും. ആഘോഷമാക്കാം ഈ പൊന്നോണം ഹോം ഡെക്കോറിൽ. ഹോം ഡെക്കോർ, പല്ലൂർ, ചൊക്ലി, അഞ്ചരക്കണ്ടി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. ജനങ്ങൾക്ക് നീതി ലഭിക്കേണ്ട പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് അനീതിയുടെ താവളമായി മാറിയിരിക്കുകയാണെന്ന് KPCC അംഗം സജീവ് മാറോളി. ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് ഭീകരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് KPCC ആഹ്വാനപ്രകാരം തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചും പ്രതിഷേധ സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവനേതാവിനെ അകാരണമായി മൃഗീയമായി കേട്ടുകേൾവിയില്ലാത്ത വിധം അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്ക് നീതീകരിക്കാനും ന്യായീകരിക്കാനും സാധ്യമല്ല. പിണറായി വിജയന്റെ രണ്ടാം ഭരണത്തിന്റെ തുടക്കത്തിന് 2023 ഈ സംഭവം അരങ്ങേറുന്നത്. പശ്ചിമ ബംഗാളിൽ 27 വർഷം തുടർച്ചയായി ഭരിച്ച CPM ആളുകളെ ഒരു കാരണവുമില്ലാതെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ പഞ്ചസാരയിൽ മുങ്ങി കൊന്ന് JCB കൊണ്ട് കുഴിയെടുത്ത് കുഴിച്ചുകൂടിയ കിരാതമായ ഭരണം പശ്ചിമ ബംഗാളിൽ തുടർഭരണം ലഭിച്ചപ്പോൾ CPM-ന്റെ നേതൃത്വത്തിൽ ആവർത്തിച്ചെങ്കിൽ അതിന്റെ തുടക്കമായി മാത്രമേ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മൃഗീയമായ ഈ മർദ്ദനത്തെ നമുക്ക് കാണാൻ കഴിയൂ. ജനങ്ങളാകെ പരിഭ്രാന്തര. അത് മാത്രമാണോ? തൊട്ടടുത്ത ദിവസം തൃശ്ശൂരിലെ തന്നെ പീച്ചിയിലെ
ഒരു ഹോട്ടൽ മാനേജറെ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് മൃഗീയമായി മർദ്ദിക്കുന്നു. പിന്നീട് കേസെടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നു പോലീസ്. പോലീസ് എല്ലാം ക്രിമിനലുകളാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ പോലീസിലും ക്രിമിനലുകളുണ്ട്. അവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ.ഇ. പവിത്രരാജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ, എ. ഷർമിള, യു. സിയാദ്, കെ. രമേശ്, CK അർബാസ്, AR ചിന്മയ്, M. നസീർ എന്നിവർ സംസാരിച്ചു. മഹാത്മാ സാംസ്കാരിക സംഗമവും ഡോക്ടർ TP സുകുമാരൻ സ്മാരക അവാർഡ് ദാനവും അനുസ്മരണ സമ്മേളനവും ശനിയാഴ്ച രാവിലെ 10 മുതൽ മാഹി കലാഗ്രാമത്തിൽ നടക്കും. സാംസ്കാരിക സംഗമം KK മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് മഹാത്മാ കുടുംബ സംഗമം മഹാത്മാ സാംസ്കാരിക സംഗമമായിട്ട് നടത്തുകയും ആ സാംസ്കാരിക സംഗമത്തിൽ വെച്ച് ഈ വർഷത്തെ ഡോക്ടർ TP സുകുമാരൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്, കവി ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അപ്പോൾ ആ അവാർഡ് ദാനം KC നാരായണൻ നിർവഹിക്കും. അദ്ദേഹം മാതൃഭൂമിയുടെയും അതുപോലെ തന്നെ ഭാഷാഭൂഷണിയുടെയും എഡിറ്ററാണ്. KK മാരാർ അധ്യക്ഷം വഹിക്കും. രാവിലത്തെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിൻസിപ്പാള് MP രാധാകൃഷ്ണൻ മാഷാണ്. സാംസ്കാരിക സംഗമം KK മാരാർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ TP സുകുമാര സ്മാരക അവാർഡ് കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആലങ്കോട് ലീലാകൃഷ്ണന് ഭാഷാഭൂഷണി മുൻ പത്രാധിപർ KKC നാരായണൻ സമ്മാനിക്കും. TP സുകുമാരൻ അനുസ്മരണം ബാലകൃഷ്ണൻ കൊയ്യാൽ നിർവഹിക്കും. മഹാത്മാ പൂർവ്വ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ പങ്കിടലും കലാപരിപാടികളും സാംസ്കാരിക സംഗമത്തിൽ നടക്കും. മഹാത്മാ ഒരു കാലത്തും ഒരു കച്ചവട സ്ഥാപനമായി അത് പതിച്ചിട്ടില്ലെന്നാണ് സത്യം. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു സർഗാത്മക മാനം എന്നും ഉണ്ടായിരുന്നു. ഒരു ചെറിയ കാലയളവിൽ ഒരു സമാന്തര വിദ്യാഭ്യാസ വെറും ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിലുപരി ഒരു ജീവനുള്ള സംവാദ മണ്ഡപമായി മഹാത്മാ മാറിയിരുന്നു. മഹാത്മയുടെ പൈതൃകം നിലനിർത്തേണ്ടതുണ്ട്. മഹാത്മാ സാംസ്കാരിക സംഗമ വേദിയുടെ ദൗത്യം അതാണ്. കഴിഞ്ഞ കൊല്ലം ഒരു ഗംഭീരമായിട്ടുള്ളൊരു കുടുംബ സംഗമം നടന്നു. നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഈ വർഷം മാഹി കലാഗ്രാമത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഞങ്ങളോടൊപ്പം ഡോക്ടർ TP സുകുമാരൻ സ്മാരക സമിതിയുമുണ്ട്. സുകുമാരമാഷെ നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. മലബാറിലെ സാംസ്കാരിക നായകൻ എന്ന നിലക്ക് മാഷ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു ഓൾറൗണ്ടറായിരുന്നു മാഷ്. നാടകൃത്ത്, പ്രഭാഷകൻ, നിരൂപകൻ, ഫോക്ലോർ പണ്ഡിതൻ എന്നീ നിലകളിലെല്ലാം തന്നെ സവിശേഷ വ്യക്തിത്വം വെച്ച് പുലർത്തിയ ആളായിരുന്നു. നമ്മുടെ തലശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം 2 ഹീറോസാണ് ഇവിടെ ഉണ്ടായത്. ഒന്ന് MN വിജയ മാഷ്, ഒരു തനി അവബോധ സിംഹം. മറ്റേത് TP സുകുമാരൻ മാഷ്. ഞാൻ മാഷ വിശേഷിപ്പിക്കുന്ന ഒരു അവബോധ രാജകുമാരനായിട്ടാണ്. MN വിജയ മാഷയുടെ ഭാഷണങ്ങൾക്കൊരു സംഹാരപരതയുണ്ടായിരുന്നു. അതേസമയം സുകുമാര മാഷിൻ്റെ ഭാഷണങ്ങൾക്ക് ഒരു സർഗമാന എപ്പോഴും ഉണ്ടായിരുന്നു, സൃഷ്ടിയോന്മുഖതയുണ്ടായിരുന്നു. മഹാത്മാ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയായ മഹാത്മാ സാംസ്കാരിക സംഗമ വേദിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ MP രാധാകൃഷ്ണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് രവീന്ദ്രൻ കണ്ടോത്ത്, OC മോഹൻരാജ്, PCH ശശിധരൻ, P മനോഹരൻ, P പത്മനാഭൻ, NR അജയകുമാർ, P പുഷ്പമിത്രൻ എന്നിവർ സംബന്ധിച്ചു. പൊന്നം ജോളി ലൈബ്രറി ആയുഷ് യോഗ ക്ലബ്ബ് 1ാം ബാച്ചിന്റെ ഓണാഘോഷം സൈക്ലോൺ ഷെൽട്ടറിൽ നടന്നു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു. സഹോദരൻ ഞാനും എൻ്റെ അമ്മ പെറ്റ മറ്റു ആളുകളുമാണ്. അനുജത്തിയാണെങ്കിൽ സഹോദരി, ഏട്ടനോ മറ്റോ ആണെങ്കിലും സഹോദരൻ. പക്ഷെ അതുവരെ ആരും ഒരു സഹോദരൻ എന്ന് പറയുന്ന വാക്കുകൾക്ക് ഒരു വ്യാഖ്യാനമോ അതിൻ്റെ അർത്ഥതലങ്ങളെ കുറിച്ചുള്ള അന്വേഷണമോ നടന്നില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള സഹോദരൻ, അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള അയ്യപ്പ മാഷ് സഹോദരൻ എന്നൊരു പത്രം നടത്തുകയുണ്ടായി. പത്രത്തിന്റെ പേരാ സഹോദരൻ. അങ്ങനെ അദ്ദേഹം സഹോദരൻ അയ്യപ്പനായിരുന്നു ചെറായിൽ.
ആ പത്രം നടത്തിയതിനാണെന്നറിയോ? സഹോദര ശബ്ദത്തിന്റെ പ്രചുര പ്രചാരത്തിന് വേണ്ടിയാണ് ആ പത്രത്തിന് ആ പേരിട്ടത്. അത് മാത്രമല്ല, സഹോദര ശബ്ദത്തിന്റെ വ്യാഖ്യാനം കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കാൻ വേണ്ടി, ജനമനസ്സുകളിലേക്ക് അത് ആ ആശയം സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി കാൽത്തട ജാഥ നടത്തി എന്നും അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി. ഭാസ്കരൻ കൂരാറത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ സബീന മുഖ്യാതിഥിയായി. യോഗാചാര്യ ചരിഷ്മ ജയൻ, സുജയ, ധന്യ, പ്രഭിത, ദിനേശൻ, ശൈലജ, കുമാരൻ, സുപ്രിയ എന്നിവർ സംസാരിച്ചു. തുണിസഞ്ചി വിതരണം പവിത്രൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു. പൂക്കളവുമുണ്ടായി. കതിരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ആയുഷ് ആരോഗ്യ പദ്ധതിയുടെയും ഭാഗമായി തുടരുന്ന പദ്ധതിയാണ് യോഗ പരിശീലനം. പഞ്ചായത്തിൻ്റെ 18 വാർഡുകളിലും ഈ പദ്ധതി നടന്നു വരുന്നുണ്ട്. സംസ്ഥാന അധ്യാപക അവാർഡ് വാങ്ങി തിരുവനന്തപുരത്ത് നിന്നും തിരിച്ചെത്തിയ ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ VM സജിത് കുമാറിന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സഹപ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. റെയിൽവേ സ്റ്റേഷനിൽ നൽകിയ സ്വീകരണത്തിൽ പ്രധാനാധ്യാപിക ശ്രീലത, സീനിയർ അസിസ്റ്റന്റ് ഷീജിത്ത്, പ്രമോദ്, അബ്ദുൽ മുനീർ, ജയപ്രകാശൻ, സുമിഷ, നസീബ, സോണിയ, നവ്യ എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ വയോജന കലാമേള ആസ്വാദക മനം കവർന്നു. ഉല്ലാസം 2025 എന്ന പേരിലാണ് കലാമേള നടന്നത്.
വയോജനങ്ങൾ തങ്ങളുടെ സർഗാത്മകതയെ തൊട്ടുണർത്തി ആടിയും പാടിയും ഉല്ലാസം 2025 ആഘോഷമാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിലൊരുക്കിയ പരിപാടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ സുരേഷ് ബാബു നിള്ളങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ അധ്യക്ഷത വഹിച്ചു. KP ശശിധരൻ, ബാബു മണപ്പാട്ടി എന്നിവർ സംസാരിച്ചു. CDPO ആശാലത സ്വാഗതവും ICDS സൂപ്പർവൈസർ രതി നന്ദിയും പറഞ്ഞു. സമ്മാനദാനവും നടന്നു. വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പള്ളിക്കു പോയി നമ്മൾ മടങ്ങുന്ന വഴിവക്ക് വണ്ടിക്കു കാത്തു നിന്ന പെണ്ണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറി കള്ളച്ചിരി പൊഴിക്കുന്ന മഞ്ചത്തി നീ എനിക്കു സ്വന്തം. പള്ളിക്കു പോയി നമ്മൾ മടങ്ങുന്ന വഴിവക്ക് വണ്ടിക്കു കാത്തു നിന്ന പെണ്ണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറി കള്ളച്ചിരി പൊഴിക്കുന്ന മൊഞ്ചത്തി നീ എനിക്കു സ്വന്തം. തന്നെന്ന തരികിട താനെന്ന തരികിട തന്നെന്ന തരികിട താനാതക തന്നെന്ന തരികിട താനെന്ന തരികിട തന്നെന്ന തരികിട താനാ. പള്ളിക്കു പോയി നമ്മൾ മടങ്ങുന്ന വഴിവക്ക് വണ്ടിക്കു കാത്തു നിന്ന പെണ്ണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറി കള്ളച്ചിരി പൊഴിക്കണ. മാറ്റം വേണം തൃപ്പങ്ങോട്ടൂർ എന്ന മുദ്രാവാക്യമുയർത്തി പഞ്ചായത്ത് വികസന മുന്നണിയുടെ നേതൃത്വത്തിൽ കടവത്തൂർ, കല്ലിക്കണ്ടി, പൊയിലൂർ എന്നിവിടങ്ങളിൽ ധർണ സംഘടിപ്പിച്ചു. തലശ്ശേരി റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ആളുകൾ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് ഇരിങ്ങള്ളൂർ വളരെ വേഗം എത്തിപ്പെടാറുള്ളത് കൊണ്ട് ഇങ്ങനെ നെടുങ്ങത്തൂരിൽ ബസ്സിൽ പോയി അവിടുന്ന് വേറൊരു ബസ് കയറി അങ്ങനെയൊന്നും പോകേണ്ട യാതൊരു കാര്യമില്ല. വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഇവിടുത്തെ തൊഴിലാളികളുടെ ജീവിതത്തിൽ വന്നു ചേരുമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലുള്ളപ്പോൾ KK ശൈലജ ടീച്ചർ ഇവിടുത്തെ MLAയും മന്ത്രിയുമായി മാറിയതുകൊണ്ട് മാത്രമാണ് ആ കല്ലാച്ചേരി കടവ് പാലത്തിന് ഇത്രയും വലിയ തുക വകയിരുത്തിയത്. പക്ഷെ അത് യാഥാർത്ഥ്യമായില്ല. ആരാ യാഥാർത്ഥ്യമാക്കേണ്ടത്? സർക്കാർ പണം അനുവദിച്ചു കഴിഞ്ഞാൽ അത് എത്രയും വേഗം ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധാരണഗതിയിൽ മറ്റു പ്രദേശങ്ങളിൽ മുൻകൈ എടുക്കുന്നത് ആരാ? അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ മേലധികാരികളാണ് മുൻകൈ എടുക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഇതാ സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കും. ഒരു പദ്ധതി കിട്ടണമെങ്കിൽ തന്നെ സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി അനുവദിക്കണമെങ്കിൽ എത്ര തവണ തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരെ കണ്ട് നിവേദനം കൊടുത്ത് വീണ്ടും പോയി വീണ്ടും ചർച്ച ചെയ്ത് ഇങ്ങനെയല്ലേ ഓരോ പദ്ധതികളും ഓരോ പഞ്ചായത്തും വാങ്ങിക്കൊണ്ടുവരുന്നത്? ഇവിടെ ഒരു പഞ്ചായത്തും മെനക്കെട്ടിട്ടില്ല. ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടിട്ടാണോ കല്ലാച്ചേരി കടവ് പാലത്തിന് ഫണ്ട് അനുവദിച്ചതാണോ? അല്ലല്ലോ. നിങ്ങൾ ഒരു നിവേദനം പോലും കൊടുത്തിട്ടില്ലല്ലോ. ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA ശൈലജ ടീച്ചർ മുഖേന ആവശ്യമുന്നയിച്ചു. ഈ കടവത്തൂരിന്റെ വികസനത്തിന് നിർണായകമായി പങ്കുവഹിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് കല്ലാച്ചേരി കടവ് പാലം. ഒരുപാട് കാലം മുമ്പേ ഉള്ളൊരു ആവശ്യമാണത്. VP അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഹരീഷ് തണ്ടപ്പറമ്പ് സ്വാഗതം പറഞ്ഞു. PK മുകുന്ദൻ മാസ്റ്റർ സംസാരിച്ചു. രാജ്യത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റാങ്ക് ചെയ്യുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ മികച്ച നേട്ടം കൈവരിച്ച് ധർമ്മടം ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്. ദേശീയ തലത്തിൽ 100നും 150നും ഇടയിൽ വരുന്ന ബാൻഡിലാണ് കോളേജ് സ്ഥാനം പിടിച്ചത്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് ഈ നേട്ടം. അധ്യാപക വിദ്യാർത്ഥി അനുപാതം, കലാകായിക രംഗത്തെ മികവ്, അടിസ്ഥാന പഠന സൗകര്യങ്ങൾ, സ്ഥിരം അധ്യാപകരുടെ അക്കാദമിക മികവും ഗവേഷണപരമായ പരിചയ സമ്പത്തും ഗവേഷണ പ്രസിദ്ധീകരണ നേട്ടങ്ങളും അവയുടെ ഗുണനിലവാരവും എണ്ണവും, ഗവേഷണ ബിരുദങ്ങളുടെ എണ്ണം, വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യതകൾ, ദേശീയവും അന്തർദേശീയവുമായ ബഹുമതികൾ, വിവിധ പഠന അനുബന്ധ മേഖലകളിലുള്ള വനിതാ പ്രാതിനിധ്യം, വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം, ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്കായി ചെയ്യുന്ന സംവിധാനങ്ങൾ, സാമ്പത്തിക സാമൂഹിക പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യങ്ങളും സഹായങ്ങളും തുടങ്ങിയ ഒട്ടേറെ മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാണ് ദേശീയ തലത്തിൽ ബ്രണ്ണൻ കോളേജ് തിളക്കമാർന്ന വിജയം കൈവരിച്ചത്. ദേശീയ റാങ്കിങ്ങിൽ കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ 100നും 150നും ഇടയിൽ വന്ന ഏക ഗവൺമെൻറ് കോളേജാണ് ബ്രണ്ണൻ എന്നതും ശ്രദ്ധേയമാണ്.
തലശ്ശേരി പിലാക്കൂൾ ശ്രീനാരായണ വേലായുധൻ കോവിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുടെ നവതി വർഷാഘോഷം 2 ദിവസങ്ങളിലായി നടന്നു. ശ്രീ വരുദൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണൻ സമാധി ദിനവും ഇതോടൊപ്പം ആചരിച്ചു. ശ്രീനാരായണ വേലായുധൻ കോവിലിലെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി പ്രതിഷ്ഠയുടെ നവതി വർഷാഘോഷം 2 ദിവസങ്ങളിലായാണ് നടന്നത്. ഗുളികൻ ദേവസ്ഥാനത്ത് ദീപം തെളിയിക്കൽ, ദീപാരാധന, ഭക്തിഗാനസുധ, ഗണപതി ഹോമം, ഗുരുപൂജ, സുബ്രഹ്മണ്യസ്വാമിക്ക് വിശേഷാൽ പൂജ, കലശപൂജ, നവകാഭിഷേകവും മറ്റു വിശേഷാൽ പൂജയും, സമാധിയിൽ അഭിഷേകവും വിശേഷാൽ പൂജയും പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി നടന്നു. പായസദാനവും ഉണ്ടായി. വൈകിട്ട് ദീപാരാധനയും നടന്നു. ശ്രീനാരായണ വേലായുധൻ കോവിലിൻ്റെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിനം അതിൻ്റെ നവതിയുടെ നിറവിൽ എത്തി നിൽക്കുകയാണ്. ഇന്നും നാളെയുമായിട്ടാണ് ഈ ദിനങ്ങൾ ആചരിക്കപ്പെടുന്നത്. പ്രതിഷ്ഠാദിനം ഇന്നും, നാളെ സമാധി ദിനം. ശ്രീ വരദൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണൻ എന്ന മഹാപുരുഷൻ്റെ സമാധി ദിനമാണ്. ശ്രീനാരായണ ഗുരുസ്വാമികളെ വടക്കേ മലബാറിലേക്ക് ആനയിക്കുകയും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം മുതലായ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടാൻ കാരണഭൂതനുമായ ശ്രീ വരദൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണൻ അവരുടെ 81ാമത് സമാധി ദിനമാണ്. 90 വർഷങ്ങൾ പിന്നിടുകയാണ്. ഗുരുദേവന്റെ സന്യാസി ശിഷ്യരിൽ സുപ്രധാനിയായിരുന്ന ദിവ്യശ്രീ നരസിംഹസ്വാമികളാണ് സുബ്രഹ്മണ്യ ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ചത്. കേരളത്തിലുടനീളം ഭഗവാന്റെ പ്രതിഷ്ഠാവേളയിൽ നിറസാന്നിധ്യമായി വർത്തിച്ചിരുന്ന സന്യാസി ശ്രേഷ്ഠനാണ് മഹാനായ ദിവ്യശ്രീ നരസിംഹസ്വാമി. അദ്ദേഹത്തിൻ്റെ മഹാസമാധി എറണാകുളത്ത് ഇരൂർ നരസിംഹാശ്രമം എന്ന് നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നിർവഹിക്കുന്നത്, ഈ ദീപം പ്രോജ്വലിപ്പിക്കുന്നത് 90 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഉത്തര മലബാറിലെ ഗുരുദേവനെ എഴുന്നള്ളിക്കാൻ മഹാസൗഭാഗ്യം ലഭിച്ച വരദൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണൻ്റെ പ്രയത്നത്താൽ അപ്പോൾ ഭഗവാൻ നാരായണ ഗുരുസ്വാമികളെയും വരദൂരിനെയും ധ്യാനിച്ച് സുബ്രഹ്മണ്യ ഭഗവാനെയും ധ്യാനിച്ചിട്ട് നമുക്ക് ഈ ദീപം പ്രോജ്വലിപ്പിക്കാം. ഓം സർവജ്ഞായ നമഃ. ഓം സർവശക്ത സക്രജ്ഞാനദാനോത്കർഷായ നമഃ. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ മാടായിപ്പാറയിൽ GAO നടത്തിയ പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിനെതിരെ കേസെടുത്ത പോലീസിനെതിരെ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. തലയ്ക്ക് വെളിവില്ലാത്ത പോലീസുകാരനാണ് FIR രജിസ്റ്റർ ചെയ്തതെന്നും KK രാഗേഷ്. പാണപ്പുഴയിൽ പെരുമ്പാമ്പിനെ കൊന്ന് കറിവെച്ച് കഴിച്ച് 2 പേർ പിടിയിൽ. വനം വകുപ്പ് പിടികൂടിയത് മാന്നമംഗലം പാണപ്പുഴ സ്വദേശികളായ U പ്രമോദ്, C ബിനീഷ് എന്നിവരെ. നരിക്കോട്ട് മലയിൽ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി പ്രകാരം അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പ്രവൃത്തികൾക്ക് അന്തിമ രൂപമായി. മോണിറ്ററിംഗ് കമ്മിറ്റി യോഗമാണ് 5 പ്രവൃത്തികൾ അംഗീകരിച്ച് ഭരണാനുമതിക്കായി സമർപ്പിക്കാൻ തീരുമാനിച്ചത്. പാട്യം പഞ്ചായത്തിൽപ്പെട്ട കണ്ണവം ഇളമാങ്കൽ കടവ് ഉന്നതികളിൽ നിരന്തരം ശല്യമായിരുന്ന കാട്ടാനകളെ ഒടുവിൽ തുരത്തി. 10ഓളം കാട്ടാനകളെയാണ് തുരത്തിയത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.